ഹേ ഗായ്സ്, നമ്മളിന്ന് മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു സർവൈവൽ എപ്പിസോഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഞാൻ പറയാം. മൈൻക്രാഫ്റ്റാണ് നമ്മൾ കളിക്കുന്നത്. 10 പ്രാവശ്യമായി ഞാൻ ഈ മൈൻക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ മൈൻക്രാഫ്റ്റും നടക്കാം. നമുക്ക് ഈ വുഡ് പൊട്ടിക്കാം. വുഡ് പൊട്ടിച്ച് പിന്നെ ഇതെൻ്റെ ന്യൂ ചാനലാണ്, ഫസ്റ്റ് വീഡിയോ ആണ്. ഗായ്സ് പ്ലീസ് സപ്പോർട്ട്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. എപ്പോഴത്തേയും പോലെ വുഡ് കിട്ടിയാൽ ഞാനൊരു പ്ലാങ്ക് ഉണ്ടാക്കുക. പിന്നെ നിങ്ങൾക്കും ഈ കണ്ടന്റ് ഇഷ്ടപ്പെടൂലെന്ന് എനിക്കറിയാം, ബിക്കോസ് ഇതെല്ലാവരും ഇട്ട് കഴിഞ്ഞൊരു വർഷങ്ങളായി. പിന്നെ അതിനൊക്കെ 10 വർഷങ്ങൾക്ക് ശേഷം ഞാനായിരുന്നു ഗെയിം ഇറങ്ങിയത് തന്നെ 10-14 വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെ പിക്കാക്സ് മാത്രം മതി. ഈ സാധനം ഇപ്പം വന്നതാണല്ലേ, ഈ തറയിൽ കിടക്കുന്ന ഇല. അങ്ങനെ ആ സംഭവം പൊട്ടിച്ച് നമുക്ക് എന്തിനാണ് വേണ്ട? സ്റ്റോൺ എടുക്കണം. പിന്നെ ഈ സ്ഥലമൊന്നും നോക്കട്ടെ ആദ്യം. ഇവിടെ ഒരു കുളം, സ്റ്റോണൊന്നും കാണുന്നില്ല. നല്ലൊരു ഏരിയ ആണ്. ഇതെന്തൊരു സാധനം തിളങ്ങുന്നു? പുതിയ അപ്ഡേഷൻ വന്നതാണോ? ഫയർഫ്ലൈ ബുഷസ് എന്തിനായിട്ട്? ഈ ഡോഗിനെ ടേം ചെയ്യണമെന്നുണ്ട്. പോണില്ല, തുടങ്ങിയാലേ ഉള്ളൂ. ചിക്കൻ ഫ്രൈ 1 അടി 2 അടി 3 4 കോഴിയെ കൊല്ലാൻ പോലും ആരോഗ്യമില്ലായിരുന്നു എനിക്ക്. ഇനി അവിടെ കിടന്ന് നോക്കാം സ്ഥലം എങ്ങനെയൊക്കെയാണെന്ന്. വല്ല ജംഗിൾ ടെമ്പിളാ വല്ലതും ഉണ്ടാകുന്ന നോക്കാം. ഒന്നും കാണുന്ന എന്തൊക്കെയാ മലയിലും കയറുന്നു. എന്താ ഇത് നടക്കുന്നത്? എന്താവട്ടെ, അങ്ങനെ കളിക്കുക. കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ കാണുന്നത്. ഞാൻ വെറുതെ ഇവിടെ എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കി. ഭാഗ്യത്തിന് ഒന്നുമില്ല ഇവിടെ. ഇവിടെ വല്ല നമ്മൾ ഈ സൈഡ് അതൊരു വില്ലേജ് അല്ലേ കാണുന്നത്? യെസ്, വില്ലേജ്. ഞാൻ അങ്ങോട്ടേക്ക് നരല്ല മോഹൻലാലെ പോലെ അങ്ങോട്ട് പോയിട്ട് വരാം. അസന അവിടെ എത്താറായി. ഇവിടെ ഉണ്ടല്ലേ ഫയർ ബുഷസ്. നേരെ ഏതെങ്കിലും ഒരു വീടൊക്കെ ഈ വഴി കൂടെ കയറാം. നല്ലൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. യെസ്, ഇറ്റ്സ് എ ഗുഡ് വില്ലേജ്. എന്നെ കാണുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കഷ്ടമുണ്ട്. പുതിയൊരു ചാനലാണ്, നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടാത്ത കണ്ടൻറ്റാണ്. ഈ മൾട്ടിപ്ലെയർ ഗെയിംസ് അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ വരും. അതിന് വേണമെങ്കിൽ ഇതിനൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. ഇതെന്തിനാ ഇവിടെ ഒന്നും ഇല്ലല്ലോ? ഇതെന്തിനാ? ഇതും എൻ്റെ സാധനം ലൂമ്, മറ്റേ ബാനറും. അതൊരു കോഴിയുടെ ചിക്കൻ്റെ ബേബിയൊക്കെ ഉണ്ടല്ലേ ഇപ്പം പുതിയ അപ്ഡേഷനിൽ വന്ന്. വില്ലേജർ, വീറ്റ്, ഫുഡ് കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? ഹേബയിലൊക്കെ നമുക്ക് പൊട്ടിച്ച് കളയാം. ഹേബയിലൊക്കെ എന്തായാലും പൊട്ടിച്ച് കളയേ. പിന്നെ മൈനിങ് വേണ്ടേ? ആദ്യം കുറച്ചിവിടെ സ്റ്റോൺ ഇതുവരെയായിട്ടും കിട്ടിയില്ലല്ലേ. ആദ്യം നമുക്ക് കുറച്ച് കൊബൽ സ്റ്റോൺസ് എടുക്കാം. ഈ കുന്തറ ഇങ്ങനെയാണോ ഇരിക്കുന്നത്? ആദ്യം തന്നെ കൊബൽ സ്റ്റോൺസ് വയ്ക്കാം. ഞാനത് വെട്ടി തന്നിട്ട് നിങ്ങൾ കുറേ സംഭവം എടുത്തിട്ട് നിങ്ങളെ അറിയിക്കാം. കുറേ ഞാൻ കൊബൽ സ്റ്റോൺസ് ഒക്കെ എടുത്തു. അപ്പം നിങ്ങൾ വിചാരിക്കും എൻ്റെ കയ്യിൽ എങ്ങനെയാണ് ഈ ഷീൽഡൊക്കെ എന്ന്. ഈ താഴേക്കുന്ന ആൻഗോളം ഇല്ലേ, അവനെ ഞാൻ തട്ടി. എന്തിനാ നിങ്ങളെയൊക്കെ അത് കാണിച്ച് നശിപ്പിക്കുന്നത്? മനസ്സിലായി. ഞാൻ 2ാമത്തെ ദിവസം റെക്കോർഡ് ചെയ്യുന്നത്, രണ്ടാമത്തെ പ്രാവശ്യമാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇവിടെയാണ് ഞാൻ കുഴിച്ചത്. പിന്നെ എൻ്റെ മണ്ടയിലൊക്കെ കയറി നോക്കാം വല്ലതെങ്കിലും ഉണ്ടാകുന്ന നോക്കണ്ടേ. ഞാൻ വലുതായിട്ട് കളിച്ചേന്നില്ല ഗായ്സ്. പിന്നെ കുഴപ്പമില്ല, നൈസ് പ്ലേസ്. ചത്തേനെ.
എനിക്ക് എന്തിനാ അങ്ങോട്ട് പോയിട്ട് എന്തിട്ടാനാ? ഈ ബ്രെഡ് എങ്ങനെ കിട്ടിയാൽ നിങ്ങൾ വിചാരിക്കും? ഇവിടെ കുറേ ഹേബേലിരുന്നില്ലേ, അത് മൊത്തം ഞാൻ ഫുഡാക്കി. ഞാൻ ഒരു കേവ് കണ്ടുപിടിപ്പിക്കണം. പൂച്ച പൂച്ച പൂച്ച. എന്നെ ഈ തടിയൊക്കെ ഞാൻ എടുത്തത് മൈനിങ് പോകാൻ വേണ്ടി നിങ്ങളെ കാണാതെ ഒരു 5 മിനിറ്റ് എടുത്തില്ല. അതിന് മുമ്പേ ഞാൻ കുറേ ഗ്രൈൻഡൊക്കെ ചെയ്ത് ഈ പിക്കാക്സ് എടുത്ത് നമുക്കിനി താഴോട്ട് കുഴിച്ച് മൈൻ ചെയ്യാം. ആ ബെഡ് ഞാൻ വെച്ചേക്കുന്നുണ്ട്. ബെഡ്, ഫർണസ്, ചെസ്റ്റ്, അതിൻ്റെ താഴോട്ട് ഇങ്ങനെ കുഴിച്ച് പോവാം. പോണ വയ്ക്കാലെ കേവ് കിട്ടിയാലാണ് നല്ലത്. അധികം കുഴിക്കണ്ട. എവിടെ നിന്ന് ഇപ്പോൾ തുടങ്ങാം? ഇവിടെ അങ്ങ് തുടങ്ങാം. ഞാൻ കുറച്ച് കുഴിച്ചിട്ട് നിങ്ങളെ അറിയിക്കാം. കുറേ കുഴിച്ച്. കോപ്പർ പുതിയ അപ്ഡേഷൻ പ്രകാരം കോപ്പർ വെച്ച ആർമറും സോഡും സംഭവങ്ങളൊക്കെ വയ്ക്കാമെന്നാണ് പറയുന്നത്. വീണ്ടും കോപ്പർ കോപ്പർ ആർമർ തന്നെയാണ് സെറ്റാക്കുക. ഞാൻ വലുതായിട്ടൊന്നും ചെയ്തില്ല, ഒട്ടും ചെയ്തില്ല. കോപ്പറൊക്കെ എടുത്തിട്ട് നമ്മൾ അറിയിക്കാവേ. ഇതിനെടുത്ത് ഇപ്പം ഈ കോപ്പർ കുറച്ച് നേരം മാത്രം ഞാൻ എനിക്ക് കുറച്ച് നേരം മാത്രം ഞാനൊന്ന് മൈൻഡ് ചെയ്തു. എന്നുവെച്ചാൽ 1 മിനിറ്റ് തികച്ച് ചെയ്തില്ലെന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ച് കോപ്പർ കിട്ടി. വെറുതെ ഇരിക്കട്ടെ. ഇവിടെ ഒരു ജീവി പറന്ന് നടക്കുന്നു. അതിനെ തേമയാൻ പറ്റുന്ന ആകെ 3 സീഡേ ഉള്ളു. അയ്യോ, അതിന് ബേബിയാണോ അത്? ടൈമായോ? അത് ടൈമായല്ലേ? ബാടാ. അങ്ങനെ നമുക്ക് പുതിയൊരു കൂട്ടുകാരനെ കിട്ടി. യെസ്, കണ്ട കൂട്ടാ അവിടെ ഇരുന്നു. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. നമുക്ക് പുതിയ അയൺ കിട്ടി. ഇഷ്ടംപോലെ അയൺ കിട്ടിയാൽ മതിയായിരുന്നു. ഒന്ന്. യെസ്. അയ്യോ, പിക്കാക്സ് കിട്ടി. എന്ത് കഷ്ടമല്ലേ. അയൺ കണ്ടപ്പോൾ തന്നെ പിക്കാക്സും പൊട്ടി. ഭാഗ്യത്തിന് വേറൊരു പിക്കാക്സ് ഉണ്ടായി. 2. എത്ര എണ്ണയാണെന്ന് മറന്നു. യെസ്. ഇനി ഒരു 5-6 കൂടി കാണുമല്ലേ, കിട്ടുക്കും. അങ്ങനെ ഫൈനലി നമുക്ക് അയൺ കിട്ടിയിരിക്കുന്നു. അയൺ. ഇനി നമുക്ക് മണ്ടേ പോവാം അല്ലേ? മണ്ടേ പോകണോ മൈൻ ചെയ്യണോ? മണ്ടേ പോവാം. അയ്യോ, രാത്രിയായി. അങ്ങനെ ചത്തു വയ്ക്കാല്ല. വേണ്ട, എന്തിനാണ് ഇല്ലാത്ത കുറേ കഴപ്പ്. അയ്യോ കിടന്നുറങ്ങാം. 23 കോപ്പറുണ്ട്. മോൺസ്റ്റർ നിയർ ബൈ. ഞാനിനി അത് PvP ഭയങ്കര മോശമാണ് എന്നൊക്കെ വിചാരിക്കും തന്നെ. എൻ്റെ അയ്യോ, ഫോൺ ഗ്ലിച്ചായി ഗായ്സ്. എന്ത് ചെയ്യാനാ, ഫോൺ ഗ്ലിച്ചായി.
അടിക്കാം, കയറി അടിക്കാം. അവന് ബാഗിൽ നിന്ന് ആരടിച്ച? അയ്യോ 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 ഷിറ്റ്, എന്ത് ചെയ്യാനാ? ഈ കണ്ട സോംബി ക്രീപ്പർ ഇവിടെ പൊട്ടല്ലേ. എടാ എൻ്റെ ഷീൽഡും സോഡും ഇങ്ങോട്ടോ പൊട്ട് അവൻ്റെ മേത്തും കൂടി പൊട്ട്. ചത്തില്ല അവൻ. അയ്യോ ഇവിടെ 6 കുളവും കൊണ്ട് വെച്ച് കിടന്നുറങ്ങിയാലേ. 2 സോംബിയും അടിപ്പോയി. ഇനി ഉറങ്ങാം. പിന്നെ സാധനങ്ങൾ എടുക്കാം. പിന്നെ അമ്മമാരെ രാവിലെ ആകുമ്പോൾ നമുക്കിങ്ങ് തട്ടാം. 12 അയൺ ഭാഗ്യത്തിന് പോയില്ല. ആ സോഡ് ഷീൽഡ് മാത്രമേ അവ എടുത്തോളൂ. എന്തിനാ ചെറിയൊരു സ്കെൽട്ടനും മറ്റേതും വന്ന് എന്നെ തട്ടിയെന്ന് പറഞ്ഞാൽ തോരുന്നു ഒരുത്തൻ. അധികം സാധനങ്ങളൊന്നും പോയിട്ടില്ല, കുഴപ്പമില്ല. ഇതാ വെക്കട പടി. അയ്യേ ഉന്നം ഇല്ലാത്തൊരു മൊണ്ണ. എടാ അവിടെ ഇരിക്കുന്ന മരത്തിൽ കുത്തി കാണും. ചത്ത്. ദിസ് ഈസ് ദ വേക്കപ്പ്. അങ്ങനെ ഗായ്സ്, ഇന്ന് വേൾഡ് കപ്പ് അല്ലേ, കാണണ്ടേ? നിങ്ങൾ ഏത് ടീമിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഗായ്സ്? നമ്മൾ പോർച്ചുഗലാണേ. ഈ അയൺ എടുത്തത് ഇവിടെ സ്മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം. സ്മെൽറ്റ് ചെയ്യാനൊന്നുമില്ല. കുഴപ്പമില്ല, ഇങ്ങോട്ട് എടുക്കാം. നമുക്ക് ഇവിടെ താഴെ പോകണമെങ്കിൽ ഒരു കോളിൻ്റെ വെയിങ് ഉണ്ടായിരുന്നു. അവിടെ ഇഷ്ടംപോലെ കോൾസാണ്. നമുക്കിനി കോപ്പർ ആർമർ, ചെസ്റ്റ് പ്ലേസ്, ലെഗിങ്സ്, ബൂട്ട്സ്, കവർ വിത്ത് കോപ്പർ. യെസ്, കോപ്പർ കുട്ടനായി. നമ്മൾ കോപ്പർ ആർമറാണ്. കോപ്പർ ആർമർ. നിൻ്റെ അടി ഇരിക്കുന്നു. അയ്യോ, എൻ്റെ അടിയിലങ്ങാണ്ട് ഒരുത്തം ഉണ്ടായിരുന്നല്ലേ. ആയിരിക്കും. എന്ത് ചെയ്യാനാ? എൻ്റെ ഷീൽഡല്ലേ അവൻ്റെ ഇരിക്കുന്നത്. ഷീൽഡ് എടുത്തോണ്ട് പോയിട്ട് നമുക്ക് എന്തായാലും അവനെ തട്ടാം. ഈ സാധനം എല്ലാം അവിടെ വെച്ചിട്ടേ ഒരു സോഡങ്ങനെ എൻ്റെ കാണും. അങ്ങോട്ടങ്ങ് പോവാം. എൻ്റെ ചെസ്റ്റിൽ സോഡങ്ങനെ കാണും. ഇല്ല, ഒരെണ്ണം അങ്ങ് ക്രിയേറ്റ് ചെയ്യാം. ഈ കോപ്പർ സോഡും രണ്ടും ഒരേ കണക്കാ. സ്റ്റോൺ സോഡും കോപ്പർ സോഡും. ഇനി കോപ്പർ അപ്ഡേഷൻ കുഴപ്പമില്ലല്ലേ? കോപ്പർ പണ്ടൊക്കെ കോപ്പറാണോ നമ്മൾ എന്തിലായിരുന്നു? ഒരു ഉപയോഗമില്ലാത്ത സാധനം. സ്റ്റോൺ ആക്സ്, ഫ്ലിൻറ്റ് എല്ലാം അങ്ങോട്ട് വയ്ക്കും. നമുക്ക് അവനെ പോയി അടിക്കാം. അവന് പേടിയുള്ളതൊന്നുമില്ല ഗായ്സ്. അവൻ എങ്ങനെയാണ് എന്നെ കൊന്നാല? ഇപ്പോഴത്തെ പ്ലെയറാണ് എന്നൊക്കെ നിങ്ങൾ. അതിന് സോഡ എവിടെ? ഇത് തിന്നാ ഇവൻ? മണ്ടയിലാരാ? ചിക്കൻ. ഞാൻ ഇങ്ങനെ പോയാൽ വെറുതെ കുറേ കഴപ്പ് കാണിച്ച് ചാവാനുള്ള സീരീസ് ആവും ഇത്. അയ്യോ, ഓക്സിജൻ തീർന്നേ. ശ്വാസം എടുക്കട്ട്. കോഴീനങ്ങ് തട്ടിയാല്. നീ ഇതൊന്നും കണ്ട് പേടിക്കണ്ട തത്തക്കുട്ട. പിന്നെ ഇവൻ്റെ ഒരു പേര് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ സജഷൻ ചെയ്യണേ. നാക്ക് തിരിയുന്നില്ല. അയൺ പിക്കാക്സ്, ആക്സ്, ഷവൽ. ഇത്രയും മതി. ബ്രെഡ് കുഴപ്പമില്ല. ബ്രെഡ് മിക്ക പിന്നെ മതി. ഒരു എൻ്റർമാൻ അവൻ്റെ കണ്ണി നോക്കിയാലോ? വേണ്ട, എന്തിനാ കഴപ്പൊക്കെ. നമ്മുടെ പണി എന്തരാ? യെസ്, അഗൈൻ മൈനിങ്. നമ്മൾ വളരെ കുഴിച്ചൊന്നുമില്ലല്ലേ? ഇത്ര കുഴിച്ചോളാ. കോളെടുക്കാം. ഈ കോള് നമുക്ക് ആവശ്യമുണ്ട്. മറ്റേ അയൺ സ്മെൽറ്റ് ചെയ്യാൻ നമുക്കൊന്നുമില്ലല്ലോ. ഇനിയെങ്കിലും അയൺ സ്മെൽറ്റ് ചെയ്യാം. എന്തൊട്ട് അയൺ ആർമർ, കോപ്പർ ആർമർ പിന്നെ ഞാൻ എന്തിനാ ഉണ്ടാക്കിയേ? അയൺ എല്ലാം ഒട്ടിച്ച് കളയാം. ഡയമണ്ട് ഉണ്ട്. ഇങ്ങനെ കേവൊന്നും കിട്ടുന്നില്ല, അതാണ്. കോപ്പർ എന്തിനാണ്? കോപ്പർ വലിയ ഉപയോഗവും ഇല്ല. പക്ഷെ കുഴപ്പമില്ല, കോപ്പർ അപ്ഡേഷൻ കൊടുക്കാം. ഈ അയണൊക്കെ കിട്ടുമ്പോൾ പോടുണ്ടെങ്കിൽ കോപ്പർ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ. സബ്സ്ക്രൈബ് ചെയ്താനും ലൈക്ക് ചെയ്യാനും ആരും മറന്നിട്ടില്ലല്ലേ?
ഞാൻ പ്രതീക്ഷിക്കുന്നു. എട്ടായി. നമുക്കൊരു ബക്കറ്റ് കൊണ്ടുപോക്കാം. ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യാം. ബക്കറ്റ് എവിടെ? നീല ബക്കറ്റ്. ബക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി എന്തരാ? വാട്ടർ എടുക്കാം. നമുക്ക് ഒബ്സിഡിയൻ എന്തിനാ ഞാൻ പറയുന്നത്? അങ്ങനെ ബക്കറ്റ് എടുത്തു. ക്ലിക്ക് ചെയ്യുന്ന എന്തുണ്ടാ? ആകെ ചെയ്തിട്ട് MLG ക്ലച്ചൊക്കെ ചെയ്താലേ? പക്ഷേ വേണ്ട, എന്നെ കണ്ടത്. ഈ MLG ക്ലച്ച് എന്ന് വെച്ചാൽ ഒരു പൊക്കത്തിൻ്റെ മണ്ടയെന്ന് ഇങ്ങനെ ചാടി ഇങ്ങനെ എനിക്കിട്ട് ഇങ്ങനെ ചാടി വെള്ളം വെക്കുമ്പോൾ നമ്മൾ ഡാമേജ് എടുത്തില്ല. ദാറ്റ്സ് MLG ക്ലച്ച്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് സാറേ വീണ് ചത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ നിന്ന് അവസാനിപ്പിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ രസിക്കുന്നു. അടുത്തൊരു എപ്പിസോഡായിട്ട് വീണ്ടും വരാം. ബൈ.